No, I will see here this, okay? Olagattiambalam, Mavelikara. Okay. I will show you. This is my laptop, Deepa S. Panikir's laptop, okay? This is Olagattiambalam, not anywhere else. This is not Delhi. These criminals are always spraying some nasty this and that inside my house, spray poisonous gas inside my house. Even some bastards are always putting fire actually and creating smoke like anything, which is creating pollution actually, and I will report anyway this. I will മറ്റൊരാൾക്ക് അന്യായമായി ലാഭമുണ്ടാക്കുന്ന രീതിയിൽ ഇവർ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന് ഒത്താശ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് ചെയ്തു എന്ന് വരും. അതാണ് നമ്മൾ ഡിസോണസ്റ്റ് ഇന്റൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ അത് ചെയ്തതെന്താണ് ഫ്രോഡുലൻസ്. അത് അവർ പറയുന്നത് എന്താണ്, ന്യായവിരുദ്ധമായ രീതിയിൽ ആണ് ഇതിനെ ഒരു രേഖ ഉണ്ടാക്കുന്നത്. എന്നാൽ കൃത്യമായിട്ടൊരു രേഖ ഉണ്ടാക്കുന്നത്. ആ കൃത്യമായിട്ട് ഉണ്ടാകുന്ന ഒരു വഞ്ചനാപൂർവമായിട്ട് മാറ്റണമെന്ന ഉദ്ദേശത്തോടുകൂടി ഒരു കള്ളരേഖ ഉണ്ടാക്കുന്നു. അതെന്താണ് പറഞ്ഞത്, സ്വർണം പാളികൾ പതിച്ച, ഒന്നിൽ കൂടുതൽ പാളികൾ പതിച്ച സാധനം വെറും ചെമ്പാണ് എന്നുള്ള രേഖപ്പെടുത്തലിലൂടെ തീർച്ചയായിട്ടും സംഭവിക്കുന്നത് വഞ്ചനാപരമായ ഒരു രീതി അവരാണ്. Now I will watch a Big Boss through my Mukum's Jio Hotstar, okay? ഗൂഢാലോചന എന്ന് പറയുന്നത് രണ്ടോ അതിൽ കൂടുതൽ ആളുകളോ ന്യായമല്ലാത്ത ഒരു കാര്യം ചെയ്യുകയോ ന്യായമായ ഒരു കാര്യം ന്യായവിരുദ്ധമായ കാര്യം ചെയ്യാമെന്ന് അവര് പരസ്പരം സമ്മതിക്കുകയോ ചെയ്യിക്കാമെന്നുള്ള എത്തുകയോ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നമ്മള് പിന്നെ ഈ BNS പ്രകാരം നമ്മൾ ഈ ഗൂഢാലോചന എന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ 121A എന്ന് പറയുന്ന ശിക്ഷയാണ് 120B എന്ന് പറയുന്നത്, മറ്റേ 120A ആണ്. അപ്പൊ അതനുസരിച്ചിട്ട് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് എങ്ങനെ ഒഴിയാൻ പറ്റും? ഒരിക്കലും ഒഴിയാൻ പറ്റില്ല. അത് ആരൊക്കെ ഇതിനകത്ത് പെട്ടിട്ടുണ്ടോ ഇവർക്ക് ഞാൻ ഈ പറഞ്ഞ നിയമപരമായ എല്ലാ പദങ്ങളും അവർക്ക് തീർച്ചയായിട്ടും ബാധകമാണ്. അതിൽ നിന്ന് അവരെങ്ങനെ ഒഴിയാൻ പറ്റില്ല. ഒഴിയാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആദ്യം മുതൽ പറയുന്നുണ്ട്, എന്തായാലും ശരി വാസുവിനെ എന്തായാലും ശരി അത് കഴിഞ്ഞതിന് ശേഷം അതിനൊത്താശ പാടിയ ബോർഡ്, അന്നത്തെ ബോർഡാണെന്ന് വെച്ചാൽ അപ്പുറത്ത് രണ്ടാംഗങ്ങൾ അതിന് മുമ്പുള്ള അംഗവും അതിനകത്ത് ബാധകമായേക്കാം. അത് പക്ഷെ നമുക്ക് അദ്ദേഹത്തിനെ പറയാൻ പറ്റില്ല, ബാധകമായേക്കാം. 2019 വാസു കമ്മീഷണറായിരിക്കുമ്പോൾ ബോർഡ് പത്മകുമാർ പ്രസിഡന്റ്, KP ശങ്കർദാസ്, അതുപോലെ വിജയകുമാർ. പക്ഷേ കോടതി ഉത്തരവിൽ തന്നെ ചൂണ്ടിക്കാണിച്ച ഈ പോറ്റിയുടെ ആദ്യത്തെ പണിയുണ്ടല്ലോ, വാതിൽ, ശ്രീകോവിലിന്റെ വാതിൽ മാറ്റി പുതിയത് വെച്ചത്, അത് 2018 ഓഗസ്റ്റ് മാസം 6-ാം തീയതിയാണ് അതിനുള്ള ദേവസ്വം ബോർഡിന്റെ ഉത്തരവിറങ്ങുന്നത്. ആ സമയത്ത് ഈ കെ രാഘവനും അവിടെ അംഗമാണ്. കൊള്ളയുടെ പിന്നിലേക്ക് യഥാർത്ഥ കൊള്ള തുടങ്ങുന്ന തീയതിയിലേക്ക് നീങ്ങുമ്പോൾ